കേവലം 3 ദിവസം മാത്രമാണ് നമ്മുടെ പക്കലുള്ളത്. ഈ 3 ദിവസത്തിനുള്ളിൽ അഥവാ രാജകുമാരിയുടെ വിവാഹം നടന്നിട്ടില്ലെങ്കിൽ പിന്നീട് എന്താണ്? മൗനം പാടില്ല രാജപുരോഹിത, പറയൂ, എന്താന്ന് പറയൂ. അല്ലെങ്കിൽ രാജകുമാരിക്ക് മൃത്യു സംഭവിക്കുമെന്ന് സൂചന കാണുന്നുണ്ട് മഹാരാജൻ. അതിനർത്ഥം എന്താണ്? ആദിദേവന്റെ ഗുഹയിൽ നാം കണ്ട ലേഖനത്തിന്റെ അർത്ഥം അതെന്തായിരിക്കും? രൂപനഗരത്തെ സുരക്ഷിതമാക്കണമെങ്കിൽ മുതിർന്ന സന്താനത്തെ സിംഹാസനത്തിലിരുത്തേണ്ടതാണ്. രാജപുരോഹിത, സത്യത്തിൽ രൂപവതിയുടെ സ്വയംവരം നടത്തിയതിനു ശേഷം അവളെ നമ്മുടെ രൂപനഗരത്തിൽ നിന്നും ദൂരേക്ക് പറഞ്ഞയക്കുന്നതാണോ സുരക്ഷിതമായിട്ടുള്ളത്? നാം അങ്ങയ്ക്ക് ഇതേ നിർദ്ദേശം നൽകുന്നതാണ്. എന്നാൽ അങ്ങയുടെ മനസ്സിൽ വീണ്ടും എന്തെങ്കിലും ചെറിയൊരു സംശയം പോലും ഉണ്ടെങ്കിൽ അങ്ങ് ആദിദേവന്റെ ശരണം സ്വീകരിച്ച് അദ്ദേഹത്തോട് മാർഗനിർദ്ദേശം ആവശ്യപ്പെട്ടാലും. നാം പോകുന്നതാണ്, ആദിദേവന്റെ അടുത്ത് പോകുന്നതാണ്. അഥവാ അവിടെ ചെന്നതിന് ശേഷവും നമുക്ക് വാസ്തവത്തിൽ രൂപവതിയെ ബാധിക്കുന്ന ആപത്തിനെ കുറിച്ച് അറിഞ്ഞാൽ നാം വീണ്ടും അങ്ങയുടെ പക്കലേക്ക് എത്തുന്നതാണ്. തീർച്ചയായും മഹാരാജൻ. അങ്ങയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കർമ്മങ്ങളെല്ലാം ചെയ്യുന്നതാണ്. രാജപുരോഹിത, ആരോ നമ്മുടെ വാക്കുകൾ രഹസ്യമായി കേട്ടിട്ടുണ്ട്. ഇനി ആപത്ത് കവാടം വരെ എത്തിക്കഴിഞ്ഞു. ആരാണ് നീ? ഇവിടെ സംശയാസ്പദമായി നിന്നുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? ആരുടെ ചാരനാണ് നീ? പറയൂ, എന്താ മിണ്ടാത്തത്? പറയൂ. ഗന്ധർവൻ, ഈ ഗന്ധർവൻ നമുക്കേറെ കഷ്ടത നൽകിയതാണ്. നമ്മെ ഏറെ ഭയപ്പെടുത്തി. എന്നാൽ ഇപ്പോ അരുന്ധതിക്കും കഷ്ടത നൽകുകയാണ്. അവളെ വെറുതെ വിട്. രാജപുരോഹിത, ഇത് രൂപവതിയുടെ ശബ്ദമാണല്ലോ. അതെ, നാമും കേട്ടിരുന്നു മഹാരാജൻ. എങ്കിൽ വരൂ, നമുക്ക് വേഗം ചെന്ന് നോക്കാം. അതെ, പോകാം. അവൻ ആഗ്രഹിച്ചത് എന്താണ്? രാജകുമാരിയുടെ ശക്തി ഇല്ലാതാക്കാൻ. എന്നിട്ടും ആ ഗന്ധർവനെ പോലൊരു രാക്ഷസനെ ഉടവാൾ കൊണ്ടുള്ള ഒറ്റ പ്രയോഗം കൊണ്ട് അവൾ വധിച്ചിരിക്കുകയാണ്. എങ്കിൽ പിന്നെ നാം അവളെ നേരിട്ട് കണ്ടേ മതിയാകൂ. രാക്ഷസ റാണി,
അവിടുത്തെ ധാരണകളെല്ലാം തെറ്റാണ്. യഥാർത്ഥത്തിൽ ഇവൾ രാജകുമാരി രൂപവതി തന്നെയാണ്. അരുന്ധതി വരൂ. ഏയ്! ഇതെന്താണ്? എന്താണ്? സർവനാശം മഹാരാജൻ. മഹാരാജൻ ഇവനൊരു രാക്ഷസനായിരുന്നു. ഇത്രയും കടുത്ത സുരക്ഷാ കവചം ഭേദിച്ചുകൊണ്ട് നമ്മുടെ രൂപനഗരത്തിൽ ഒരു രാക്ഷസൻ പ്രവേശിച്ചത് എങ്ങനെയാണ്? രൂപവതി കാരണമാണ് ഈ രാക്ഷസൻ നമ്മുടെ രൂപനഗരത്തിനുള്ളിൽ പ്രവേശിച്ചത്. എന്ത്? അങ്ങ് എന്താണ് പറയുന്നത് മഹാരാജൻ? ഇത്രയും വലിയ അശുഭകരമായ ഒരു സംഭവം നമ്മുടെ കൺമുന്നിൽ തന്നെ നടന്നിട്ടും നമുക്കത് മനസ്സിലായില്ലെന്നോ? ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? മഹാരാജൻ, ഈ രാക്ഷസൻ രൂപവതിയുടെ പ്രാണനെടുക്കാൻ വന്നതായിരിക്കും. അരുന്ധതി കണ്ണു തുറക്ക്, കണ്ണു തുറക്ക്, അരുന്ധതി കണ്ണു തുറക്ക.